ഹായ്, ഞാനിന്ന് പുറത്തേക്ക് പോവാം. പാല് മേടിക്കണം, പിന്നെ ചപ്പാത്തി മേടിക്കണം. അങ്ങനെ 2 കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാനിന്ന് പുറത്തേക്ക് പോവാണ്. വീട്ടിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പാല് മേടിക്കാൻ പോകാറുണ്ട്. അതല്ല, വീട്ടിൽ ഉള്ള സമയത്ത്, ഒറ്റയ്ക്കുള്ള സമയത്ത് ആദ്യമായിട്ട് എങ്ങനെ പോണേ. രാവിലെ ശ്രീദേവി ചേച്ചി വന്നായിരുന്നു. പിന്നെ ചപ്പാത്തി ചൂടാക്കി തന്നു. ബീഫ് കറി ആയിരുന്നു ഇന്ന് വരെ, കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ കറി വെച്ചു. ചേച്ചി പോയി. എല്ലാ ദിവസവും രാവിലെ വരാറില്ല, ഇന്ന് വന്നു. രാവിലെ വന്നു, ഇനി വൈകുന്നേരം വരും. സാധാരണ വൈകുന്നേരം വരുമ്പോൾ രാവിലത്തേക്കും കൂടെ ഉള്ള ചപ്പാത്തി ചൂടാക്കി വെച്ചിട്ട് പോകും. ഞാനെടുത്ത് ചൂടാക്കി കഴിക്കും. ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല, പിന്നെ കഴിക്കും. ആദ്യത്തെ ദിവസം 2 ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും കഴിച്ചാലല്ലേ പറ്റുള്ളൂ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വല്ലതും പറ്റിയാലും എന്തു ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഇന്ന് റെസ്ക്യൂ ടീം പോയി നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. അവർ നോക്കിയിട്ടില്ല. നാളെ പോകായിരിക്കും. ഇന്നെന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് പോകാൻ പറ്റിയില്ല. നാളെ പോയി നോക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും പ്രാർത്ഥനയിലൊക്കെ ഓർക്ക് കിട്ടട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നേ. പ്രൊജക്റ്റ് നാളെ ഉച്ചയോടുകൂടി തീരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഒന്നെങ്കിൽ നാളെ തന്നെ, അല്ലെങ്കിൽ 1-ാം തീയതി ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും 6-ാം തീയതി ആയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ 30-ാം തീയതി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പോയാൽ 5-ാം തീയതി ആകുമ്പോഴത്തേക്കും അമ്മേനെയും കൊണ്ട് ഇങ്ങോട്ട് വരണം. സേഫല്ല. ഈ ഒരു അവസരം ഇങ്ങോട്ട് വരാതിരിക്കാൻ നമുക്ക്. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. ഞാൻ സ്ഥിരം ഈ കടയിൽ നിന്നാണ് പാല് മേടിക്കുന്നത്. കുറേ ദൂരങ്ങൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ 2 കൂറ് പാല്. എന്തോ കവർ വേണം? ആ, കവർ വേണം. നടന്നാൽ പോണേ. എത്ര? 66. ചപ്പാത്തി മേടിച്ചു, പാലും മേടിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോകാട്ടോ. അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. അപ്പം ഞാൻ ഈ ഫോണിൻ്റെ മൈക്കിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്, കേൾക്കില്ലെന്ന് തോന്നി. പാല് മേടിച്ച് തന്നെ കേട്ടോന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചപ്പാത്തി മേടിക്കുന്ന കൂടെ കാണിക്കാതിരുന്നത്. എൻ്റെ ഒറ്റയ്ക്കുള്ള വ്ളോഗിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഈ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ, ഞാൻ ചെയ്യുന്നത് മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പം അത് എത്ര കൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എലോൺ മൂവിയിലെ മോഹൻലാലിനെ പോലെ ഇപ്പം എൻ്റെ അവസ്ഥ. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇവിടെ വരുന്ന വഴിക്ക് ഒരു പയ്യൻ കമ്പനി വന്നു. സൈക്കിളോട്ട് വരുന്ന വഴിക്ക് അവൻ ഈ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉള്ളതാണ്. ചുമ്മാ സംസാരിച്ച് ഇങ്ങോട്ട് വന്നു. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, സംസാരത്തിലായിപ്പോയി. അപ്പോൾ ഒരു കൂട്ട് കിട്ടി. എൻ്റെ അമ്മ എന്തൊരു വെയിലാണെന്നറിയോ, മടുത്തു. അയ്യോ, വെയിലെന്നൊക്കെ പറഞ്ഞാൽ എജ്ജാതി നിസ്സാരം വെയിലൊന്നുമല്ല, നല്ല വെയിൽ. അയ്യോ,
തണുത്ത വെള്ളം കോരി കുടിക്കണം. അയ്യോ തണുത്തു. ഇന്നലത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എന്നെ തന്നെയല്ലേ കാണുന്നത്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇന്നലത്തെ വീഡിയോ. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ കുറേ നേരം നോക്കി ഭക്ഷണം. ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ വിളിച്ച് നോക്കിയപ്പോഴൊന്നും ശരിയായില്ല. പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. കുറഞ്ഞ റേറ്റ് കിട്ടിയത് 400 രൂപയ്ക്കാണ് കുറഞ്ഞ് ഇതിന് കിട്ടിയത്. അപ്പോൾ അതിനുള്ളത് ഓർഡർ ചെയ്തു. വരുമ്പോൾ കാണിച്ചു തരാൻ എന്താണ്. ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. 300 സംതിങ് ആണ്, പക്ഷെ 100 രൂപ എന്തോ ഡെലിവറി ചാർജോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വലിയ അബദ്ധം പറ്റി. എന്ന് വെച്ചാലേ, ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വെള്ളം കുടിക്കാൻ വന്നത്. അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം എടുത്ത് വെച്ചവർ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഭക്ഷണം ഇരിപ്പുണ്ട്. കറി നേരത്തെ രാവിലെ വെച്ചിട്ട് പോയതാണ്. അപ്പം ഞാൻ അറിഞ്ഞില്ല, അബദ്ധം പറ്റി. നമ്മൾ ഈ ഹാഫ് മൈൻഡിട്ടിരിക്കുന്നുണ്ട്, നോക്കാനുള്ളൊരു ബോധവും പോയില്ല. ഞാൻ ക്യാൻസൽ ചെയ്ത് നോക്കിയപ്പോൾ അത് ക്യാൻസലേഷൻ ചാർജ് മൊത്തം അവരെടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ബുക്ക് ചെയ്തത് എന്തോരമാണോ ആ എമൗണ്ട് മുഴുവൻ ക്യാൻസലേഷൻ ചാർജ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടും കാര്യമില്ല, പൈസ തിരിച്ചിട്ടില്ല. മനുഷ്യനൊരു അബദ്ധം പറ്റുന്ന പറ്റലേ. അതെ, സൊമാറ്റോ അല്ലേ? താങ്ക് യു. എനിക്കിന്നൊരു കാര്യം മനസ്സിലായി. പ്രീപേ നമ്മൾ ചെയ്യരുത്, ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ. അല്ലേ ക്യാൻസൽ ചെയ്താൽ പൈസ മുഴുവൻ ഗോപി. ഇതാണ് തന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം. കുബൂസുണ്ട്, ചിക്കനുണ്ട്, സോസാണ്, മയോണൈസ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് KFC അല്ല, ബ്രോസ്റ്റ് ചിക്കനാണ്. നല്ല ക്രിസ്പിയാണ്. അപ്പം ഇനി കഴിക്കുന്ന കാണിച്ച് ആരെയും ബോറടിപ്പിക്കുന്നില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരാം. എപ്പോഴാണ് ക്യാമറ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ വരാം. ഓക്കെ. അപ്പം നമുക്ക് വേസ്റ്റൊക്കെ വെച്ച് ഗേറ്റൊക്കെ പൂട്ടി വരാം. വെള്ളമുണ്ടല്ലോ, എന്ത് വെള്ളമാണത്? വെള്ളമാണ്, മറിച്ചിടഞ്ഞേക്കാം. അത് ഈ മഴ കൊണ്ടിരുന്നിട്ട് പോയില്ലേ. രാവിലെ എടുത്തോണ്ട് വെക്കോളൂ. ഓക്കെ. ഈ പാത്രം എടുക്കാൻ ഞാൻ എപ്പോഴും മറക്കും. അതും സെറ്റ്. ഇനി പോകാം പാത്രത്തോട്ട്.
ക്യാം. അങ്ങനെ അത് കാര്യം തീർന്നു. ഉള്ളത് വർക്കേരിലേക്ക് പോകുമ്പോൾ ഉള്ള ഈ ഡോറാണ്, അതും തീർന്നു. ഓക്കെ, ഇനി കുറച്ച് കഴിയുമ്പം അയ്യോ വേറൊരു കാര്യമുണ്ട്. പാല് ചേച്ചി കാച്ചി വെച്ചാൽ ഞാൻ അത് എടുത്ത് വെക്കാൻ മറന്നുപോയി. അത് ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് ലൈറ്റ് ഓണാവും, അത് ഫ്രിഡ്ജ് വെക്കാം. അതും കൂടെ വെച്ചാൽ താഴത്തെ പരിപാടി കഴിഞ്ഞു. ഞാനിപ്പോൾ താഴെ ഇപ്പം മുകളിലേക്ക് പോകുന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഒതുങ്ങിയിരിക്കാൻ സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. പാല് കണ്ടില്ല, ഞാൻ മറന്നു പോയനെ, അത് കേടായി പോയനെ. കാച്ചി വെച്ചാൽ അത് കൃത്യമായിട്ട് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് കേടായി പോകും. ഇപ്പം എന്തായാലും ഞാനെല്ലാം ഓഫാക്കി പോയി കിടക്കാൻ പോവാം. ഉറക്കം എപ്പോൾ ഉറങ്ങുന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇപ്പോൾ ഉറക്കമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കിടന്നാലും ഉറങ്ങാൻ ഭയങ്കര പാടാണ്, പെട്ടെന്നൊന്നും ഉറങ്ങുന്നില്ല. സിറ്റുവേഷൻ അറിയാമല്ലോ, ഉറക്കം വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. നിങ്ങൾ ഈ കാർത്തിക് സൂര്യ വ്ളോഗ്സ് കാണാറുണ്ടോ? അതേപോലെ ഒരു ഞാൻ എന്താണോ അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കാണിച്ചിരുന്നു. പണ്ടൊക്കെ ഈ ദുഃഖമുള്ള സാഹചര്യങ്ങളാണെങ്കിൽ എപ്പോഴും ഈ നെഗറ്റിവിറ്റി കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ വീഡിയോ അങ്ങനെ മാറി നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം മാറി നിൽക്കുന്നില്ല, അതങ്ങനെ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം. ടാറ്റാ.